സോ ഹലോ ഗൈസ്, ഒരു സർക്കാർ ജോലിയാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ. ഇപ്പോൾ നല്ലൊരു വേക്കൻസിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരു പബ്ലിക് സെക്ടർ ബാങ്കായ ബാങ്ക് ഓഫ് ബറോഡയിൽ നിരവധി വേക്കൻസീസ് ആണ് ഇപ്പോൾ വന്നത്. സോ വീഡിയോ മുഴുവനായി കാണുക. കാരണം എന്താണ് വേക്കൻസി, എങ്ങനെയൊക്കെയാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത്, ഏത് ജില്ലയിൽ എത്ര വേക്കൻസീസ് ആണ്, അതുകൊണ്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, യോഗ്യത എന്താണ്, എന്നുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. സോ വീഡിയോ മുഴുവനായി കാണുക. അതിനുശേഷം തീർച്ചയായും ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. കാരണം ഒരു ജോബ് മേഖലയിലെ വേക്കൻസി ആയതുകൊണ്ട് തന്നെ ആദ്യം വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്കായിരിക്കും ആദ്യം ജോലി ലഭിക്കാൻ സാധ്യത കൂടുതൽ. സോ വിത്ത് ഫോർ ദ ടൈം നമുക്ക് വീഡിയോയിലേക്ക്. സോ ഹലോ ഗൈസ്, വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ ബാങ്ക് ഓഫ് ബറോഡയിൽ 4000 അപ്രന്റീസിന്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. സോ ഒരു അപ്രന്റീസ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ബേസിക്കലി ഒരു ട്രെയിനിങ് പ്രോഗ്രാം പോലെ തന്നെ നിങ്ങളോട് കയറുമ്പോൾ ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതിനുശേഷം ഒരു ബാങ്കിൽ ഒരു നോർമൽ ക്ലർക്ക് എന്തൊക്കെ വർക്കാണോ ചെയ്യുന്നത് അതുപോലത്തെ ഡ്യൂട്ടീസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇതാണ് അപ്രന്റീസ് എന്ന് പറയുന്നത്. സോ ഇവിടെ വേക്കൻസി മൊത്തമായിട്ട് വന്നിരിക്കുന്ന 4000 വേക്കൻസീസ് ഓൾ ഇന്ത്യ വേക്കൻസീസ് ആണ്. അതായത് എല്ലാ സ്റ്റേറ്റിലും കൂടെ ചേർത്താണ് 4000 വേക്കൻസീസ് വന്നിരിക്കുന്നത്. കേരളത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ മൊത്തം 89 വേക്കൻസീസ് ആണുള്ളത്. അതിൽ തന്നെ പല ഡിസ്ട്രിക്റ്റ് ആയിട്ട് പല വേക്കൻസീസ് ആണുള്ളത്. ആലപ്പുഴ ജില്ലയിൽ 5 വേക്കൻസീസ്, എറണാകുളത്ത് 30, കണ്ണൂരിൽ 5, കാസർഗോഡ് 10, മലപ്പുറം 5 വേക്കൻസി, പാലക്കാട് 7, തിരുവനന്തപുരം 10 വേക്കൻസി, തൃശ്ശൂർ 10 വേക്കൻസി എന്നിങ്ങനെയാണ് ജില്ലാ തലത്തിലുള്ള വേക്കൻസി ലിസ്റ്റ് വന്നിരിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ട്രെയിനിങ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് ലഭിക്കുന്നതാണ്. സോ സ്റ്റൈഫൻഡ് നിങ്ങൾ റൂറൽ ഏരിയ, അതൊരു നോർമൽ വില്ലേജ് ഏരിയയിലാണ് നിങ്ങൾ പ്രവേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 12,000 രൂപയാണ് മാസം സ്റ്റൈഫൻഡ് ലഭിക്കുന്നത്. അതല്ല ഒരു അർബൻ ഏരിയയിലോട്ടാണ് ചെല്ലുന്നതെങ്കിൽ നിങ്ങൾക്ക് 15,000 രൂപയാണ് ഇവിടെ സ്റ്റൈഫൻഡ് ലഭിക്കുന്നത്. സോ ഒരു ക്വാളിഫിക്കേഷൻ കാര്യം ചോദിച്ചാൽ ഏത് ഡിഗ്രി ആയാലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിൽ, അതായത് ഏതെങ്കിലും ഒരു ബാങ്കിൽ അല്ലെങ്കിൽ ബാങ്ക് ഓഫ് ബറോഡയിൽ തന്നെ അപ്രന്റീസ് ആയിട്ട് 1 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. സോ ചുരുക്കി പറഞ്ഞാൽ കംപ്ലീറ്റ് ഫ്രഷേഴ്സിന് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു വേക്കൻസിയാണിത്. ഏജ് ലിമിറ്റ് 20 വയസ്സ് മുതൽ 28 വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഫെബ്രുവരി 2025 വരെ ഇത്രയായിരിക്കണം പ്രായപരിധി വരുന്നത്. സോ ഒരു എക്സാമിന്റെ കാര്യം പറഞ്ഞാൽ ഒരു ഓൺലൈൻ എക്സാം ആയിരിക്കും. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഒരു മണിക്കൂറായിരിക്കും ഇതിന്റെ ടൈമിംഗ് പറഞ്ഞിരിക്കുന്നത്, എക്സാമിന്റെ ടൈമിങ്സ്. പിന്നെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലാംഗ്വേജ് വന്നിരിക്കുന്നത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ലാംഗ്വേജിലായിരിക്കും. 100 മാർക്കായിരിക്കും ക്വസ്റ്റ്യൻ ടോട്ടൽ ഉണ്ടായിരിക്കുന്നത്. സോ ആ 100 മാർക്കിൽ തന്നെ ടോപ്പിക്സ് ജനറൽ നോളജ്, ഫിനാൻഷ്യൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് റീസണിങ് ആപ്റ്റിറ്റ്യൂഡ്, കമ്പ്യൂട്ടർ ട്രെയിനിങ്, ജനറൽ ഇംഗ്ലീഷ് എന്നിങ്ങനെയാണ് കാറ്റഗറീസ് വരുന്നത്. ഇനി അടുത്തായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യം നെഗറ്റീവ് മാർക്സ് ഇതിൽ ഇല്ല എന്നുള്ളതാണ്. സോ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾ റോങ് ആയിട്ട് ആൻസർ ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് പോകുന്നതല്ലായിരിക്കും. സോ നിങ്ങൾക്ക് ഏതൊക്കെ സ്റ്റേറ്റിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും? സോ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷേ ഏത് സ്റ്റേറ്റിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സോ ആ ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾക്ക് ഒരു പ്രൂഫ് സബ്മിറ്റ് ചെയ്യേണ്ടിയിട്ട് വരും. അതായത് നിങ്ങളുടെ +2 അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൽ ആ ലാംഗ്വേജ് പഠിച്ചതായിട്ടുള്ള ഒരു പ്രൂഫ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇനി അടുത്ത ഫീസിൻ്റെ കാര്യം പറഞ്ഞാൽ സ്ത്രീകൾക്കും SC/ST വിഭാഗക്കാർക്കും ഫീസ് വരുന്നത് 600 രൂപയാണ്. ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് 400 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. അതുകൂടാതെ ജനറൽ അല്ലെങ്കിൽ പുരുഷന്മാർക്ക് വരുന്നത് 800 രൂപ ഫീസും അതുകൂടാതെ GST കൂടാണ് ടോട്ടൽ ഫീസ് വരുന്നത്. ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് വെച്ചാൽ ആദ്യം അപ്ലൈ ചെയ്യേണ്ടത് NAPS അല്ലെങ്കിൽ NATS പോർട്ടലിൽ നിങ്ങൾ ആദ്യം കയറി അപ്ലൈ ചെയ്യണം. സോ NAPS അല്ലെങ്കിൽ NATS എന്താണെന്ന് പറഞ്ഞാൽ NAPS നാഷണൽ അപ്രന്റീസ്ഷിപ്പ് പ്രൊമോഷൻ സ്കീമാണ്. NATS എന്ന് പറയുന്നത് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് സ്കീമാണ്. സോ ഇത് രണ്ടും തന്നെ ഗവൺമെന്റിന്റെ ബാക്കപ്പ് ആയിട്ടുള്ള ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സ്കീമാണിത്. സോ ഇവിടെ തന്നെ കയറി നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക്, അതായത് ബാങ്ക് ഓഫ് ബറോഡയുടെ ഈ ഒരു വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. സോ ബാങ്ക് ഓഫ് ബറോഡയുടെ ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ NAPS അല്ലെങ്കിൽ NATS പോർട്ടലിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ, അതുകൂടാതെ ആധാർ കാർഡിൻ്റെ കോപ്പി, പാൻ കാർഡിൻ്റെ കോപ്പി, +2ൻ്റെയും 10th സർട്ടിഫിക്കറ്റ്, അതുകൂടാതെ ബാങ്കിൻ്റെ പാസ്ബുക്കും അല്ലെങ്കിൽ ഒരു ചെക്ക് ലീഫിൻ്റെ ഫോട്ടോ കോപ്പി, ഇത്രയും നിങ്ങൾ ഇതിൽ അറ്റാച്ച് ചെയ്യേണ്ടതായിട്ട് വരും. ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൂടാതെ നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ID കൂടി സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇതിൻ്റെ വിശദ വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വെബ്സൈറ്റിലേക്ക് കയറുക. അത് ബാങ്ക് ഓഫ് ബറോഡ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.bankofbaroda.co.in എന്ന വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയുടെ വിശദ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് March 11 ആണ്. സോ ഇപ്പോൾ തന്നെ ടൈം വേസ്റ്റ് ചെയ്യാതെ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക.
സോ ഗൈസ്, ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വേക്കൻസി. ബാങ്ക് ഓഫ് ബറോഡയിൽ വന്നിട്ടുള്ള അപ്രന്റീസ്ഷിപ്പിൻ്റെ വേക്കൻസി ആയിരുന്നു ഇത്. സോ ഈ ഇതുപോലുള്ള വേക്കൻസീസ് നിങ്ങൾക്ക് കൂടുതൽ അറിയണം ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഇത് ലഭിച്ചില്ല. ഈ ഒരു വേക്കൻസി നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നിയാൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വേക്കൻസി ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അപ്പോഴേക്കും താങ്ക് യു, ബൈ.